ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് പൊറോട്ടയൊക്കെ ബാക്കി വന്ന സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പോളയാണ് ഇത്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പൊറോട്ട പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊറോട്ട ചെറിയ പീസായി കട്ട് ചെയ്ത് കൊടുക്കാം. ഓവർ ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെന്നില്ല, ഏകദേശം ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കുഴഞ്ഞ രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ പൊറോട്ടയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അടുത്തത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 തക്കാളിയോളം ചേർത്ത് കൊടുക്കണം. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തത് കൈകൊണ്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ചിക്കനും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് പാലും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത ഈ മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പോള ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സോഫ്റ്റ് ആകാൻ വെച്ച പൊറോട്ട ഇപ്പോൾ നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടായാൽ മതി. ഇനി ഈ പൊറോട്ട കുറച്ചെടുത്ത് ഈ പാല് മിക്സിലൊന്ന് മുക്കി നമുക്ക് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഒരു ബേസാക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തന്നെ കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കാം, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ച് കൊടുക്കാം. ബേസ് നല്ലതുപോലെ ആയാൽ നമ്മുടെ പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ലതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും നമ്മൾ നേരത്തെ ആക്കിയ അതുപോലെ തന്നെ പൊറോട്ട പാല് മിക്സിലൊന്ന് മുക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതും കൂടി നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊറോട്ട മുക്കിയിട്ട് ബാക്കിയുള്ള മുട്ട പാല് മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി അടിയിലൊരു പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നേരിട്ട് നമുക്ക് തീ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പഴയ പാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളിഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വരും. ഇതുപോലെ ഹോൾസിൽ അടപ്പാണെങ്കിൽ അതിൻ്റെ ഹോൾസ് എന്തെങ്കിലും കൊണ്ട് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ മൂട് തുറന്ന് നോക്കി, അപ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ച് ഒരു 2 സെക്കൻഡോളം കുക്ക് ചെയ്തിട്ടെടുക്കാം.
ഇപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ പൊറോട്ട പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തന്നെ ഉണ്ടാക്കി നോക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.